ഹരി ഓം. ദശകം 72 അക്രൂരൻ്റെ ഗോകുലയാത്ര. ശ്ലോകം 1. കംസോധനാരദഗിരാവ്രജവാസിനം ത്വാം ആകർണ്യദീർണഹൃദയസഹികാന്തിനേയം ആഹൂയ കാർമുകമഖച്ഛലദോ ഭവന്തം ആനേതുമേനമഹിനോദഹിനാഥശായിൻ. കംസഃ അഥ കംസോധ നാരദഗിരാ വ്രജവാസിനം ത്വാം. കംസോധ നാരദഗിരാ വ്രജവാസിനം ത്വാം ആകർണ്യ ദീർണ ഹൃദയഃ സഹ ഹി ഗാന്ധിനേയം. ആകർണ്യ ദീർണ ഹൃദയസഹി ഗാന്ധിനേയം. ആകർണ്യ ദീർണ ഹൃദയഃ സഹ ഹി. അപ്പം ഹൃദയ കഴിഞ്ഞിട്ട് സഹ, അപ്പോൾ അത് ഒരുമിച്ച് വായിക്കണം. അവിടെ രണ്ടിടത്തും വിസർഗമുണ്ട്. അപ്പോൾ ഹൃദയസഹി, ആ സ ഒന്ന് ഇരട്ടിച്ചേക്കണം. ആകർണ്യ ഹൃദയസഹി ഗാന്ധിനേയം ആഹൂയ കാർമുക മഖ ഝലദഃ ഭവന്തം. ആഹൂയ കാർമുകമഖച്ഛലദോ ഭവന്തം. കാർമുക മഖ ഝലദഃ. കാർമുകമഖച്ഛലദോ. ആനേതും ഏനം അഹിനോത് അഹിനാഥശായിൻ. ആനേതുമേനമഹിനോദഹിനാഥശായിൻ. ആനേതും ഏനം ആനേതുമേനം അഹിനോത് അഹിനാഥ അഹിനോദഹിനാഥ ശായിൻ. ഒരുമിച്ച് പറയുമ്പോൾ ആനേതുമേനമഹിനോദഹിനാഥശായിൻ. കംസോധ നാരദഗിരാ വ്രജവാസിനം ത്വാം ആകർണ്യദീർണഹൃദയസഹി ഗാന്ധിനേയം ആഹൂയ കാർമുകമഖച്ഛലദോ ഭവന്തം ആനേതുമേനമഹിനോദഹിനാഥശായിൻ. ദശകം 72. അപ്പോൾ ഈ ഋഷിവംശത്തിലെ ശൊഭൽക്കൻ്റെ പുത്രനാണ് അക്രൂരൻ. ആ ശൊഭൽക്കൻ കാശിരാജാവിൻ്റെ മകൾ ഗാന്ധിനിയെ വിവാഹം ചെയ്തു. ചരിത്രം ഇതാണ്: ആ ശൊഭൽക്കൻ എവിടെയുണ്ടോ അവിടെ എപ്പോഴും മഴ കാണും. മഴയില്ലാതൊരിക്കലും ഉണ്ടാകത്തില്ല. എന്നാൽ ഈ കാശിരാജ്യത്ത് 12 വർഷമായി മഴ ഉണ്ടായിട്ടേയില്ല. അപ്പോൾ കാശിരാജാവ് വിചാരിച്ചു, ശൊഭൽക്കനെ അവിടെ കൊണ്ടുവന്നാൽ ശൊഭൽക്കൻ നിൽക്കുന്നിടത്ത് മഴ പെയ്യുമല്ലോ എന്ന് വിചാരിച്ച് ശൊഭൽക്കനെ കാശിരാജ്യത്ത് കൊണ്ടുവരികയാണ്. അദ്ദേഹം ഈ ശൊഭൽക്കൻ ഈ കാശിരാജ്യത്ത് കാലു കുത്തിയതും മഴ പെയ്യാനും തുടങ്ങി. അപ്പോൾ ആ സന്തോഷത്തിൽ തൻ്റെ പുത്രിയായ ഗാന്ധിനിയെ ശൊഭൽക്കന് വിവാഹവും ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ ഗാന്ധിനിക്ക് ഗാന്ധിനി എന്നുള്ള പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കാശിരാജാവിൻ്റെ ഭാര്യയ്ക്ക് പ്രസവകാലം പൂർത്തിയായിട്ടും പ്രസവിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോൾ ഒരു ദിവസം രാജാവ് ചോദിച്ചു, എന്താ കുട്ടി നീ വെളിയിലേക്ക് വരാത്തത്? അപ്പോൾ ആ വയറ്റിനകത്ത് നിന്ന് ആ കുട്ടി പറയുകയാണ്, ദിവസേന ഗോദാനം ചെയ്താൽ ഞാൻ വരും. അപ്പോൾ അതനുസരിച്ച് രാജാവ് ഗോദാനമൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പ്രസവവും നടന്നു. അപ്പോൾ ഈ മാതാവിൻ്റെ ഗർഭത്തിലിരുന്ന് തന്നെ ഭഗവാനെ ഭരിച്ചവളാണ് ഈ ഗാന്ധിനി. വലിയ ബ്രാഹ്മണ ഭക്തയായിരുന്നു. രാജ്ഞി പ്രസവിച്ചു. കുട്ടിക്ക് ഗാന്ധിനി എന്ന് പേര് കിട്ടു. അപ്പോൾ പശുവിനെ ദാനം ചെയ്യാനല്ലേ പറഞ്ഞിരുന്നത്, ഗാംധേനം. അപ്പം അങ്ങനെയാണ് ഗാന്ധിനി എന്നുള്ള പേര് കിട്ടുന്നത്. അപ്പോൾ ഈ ശൊഭൽക്കനും ഗാന്ധിനിയും കൂടെ വിവാഹം ചെയ്യുന്നു. അങ്ങനെ ശൊഭൽക്കൻ്റെയും ഗാന്ധിനിയുടെയും പുത്രനായിട്ട് അക്രൂരൻ ജനിക്കുന്നു. അക്രൂരൻ വളരെ ഭക്തനായിട്ട് വളർന്നു വരുന്നു. അക്രൂരൻ എന്ന് പറഞ്ഞാൽ ക്രൂരതയില്ലാത്തവൻ, എല്ലാവരെയും ഈശ്വര തുല്യനായിട്ട് കണ്ട് സ്നേഹിക്കുന്നവൻ. അപ്പം കംസനറിയാം അക്രൂരൻ വലിയ ഭക്തനാണെന്നൊക്കെ. ശ്ലോകം 1. ഹേ ഗുരുവായൂരപ്പ,
ഈ എന്തെന്നില്ലാത്ത ദുഃഖത്തോടുകൂടി മധുരാവാസികൾ ഇരിക്കുന്നതായിട്ടുള്ള സമയത്താണ് നാരദൻ എത്തുന്നത്. നാരദഗിര, നാരദൻ കംസനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നമ്മൾ ആ 71-ാം ദശകത്തിൽ 7-ാം ശ്ലോകത്തിൽ പഠിച്ചതാണ്. കംസായതേ ശൗരി സുതത്വമുക്ത. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് ശൗരിയുടെ എന്നുവെച്ചാൽ ആ വസുദേവരുടെ പുത്രനാണ് എന്ന് കംസനോട് പറഞ്ഞു കൊടുത്തു. ആര്? നാരദൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ മുതൽ കംസന് ഭയം തുടങ്ങിയതാണ്. എന്നിട്ടോ അതിനകത്ത് നമ്മൾ പറഞ്ഞു ഉടനെ തന്നെ വസുദേവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പം നാരദനാണ് പറയുന്നത്, വേണ്ട വേണ്ട, അവനെ വസുദേവരെ അല്ല കൊല്ലേണ്ടത്, കൃഷ്ണനെയാണ് കൊല്ലേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നാരദിൽ നിന്നും ആകർണ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട്, ദീർഘഹൃദയ, ഹൃദയം പൊട്ടിപ്പോയി. നാരദന് കംസന് ഭയങ്കര വിഷമമായിപ്പോയി. അപ്പോൾ നാരദൻ പറഞ്ഞതനുസരിച്ച് ഒരു ഭക്തനെ അങ്ങോട്ട് അയക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അതാണ് ഗാന്ധിനിയുടെ പുത്രനായ അക്രൂരനെ വിളിച്ചു വരുത്തി അക്രൂരനോടെല്ലാം തുറന്നു പറഞ്ഞു. വസുദേവരുടെ 2 മക്കളാണ് ഈ വ്രജത്തിൽ വസിക്കുന്നത്. രാമനും കൃഷ്ണനും. അവരെ ഇവിടെ കൊണ്ടുവന്ന് കൊല്ലണം. എങ്ങനെ കൊല്ലണം? കാർമുഖമഖ, മഖ എന്ന് പറഞ്ഞാൽ യാഗം. കാർമുഖമഖ, വില്ലിൽ രുദ്രനെ ആവാഹിച്ച് ആ വില്ല് വെച്ച് പൂജിക്കുക. അപ്പോൾ ആ തരത്തിലുള്ളതാണ് യാഗം. അപ്പം ആ കാർമുഖമഖത്തിൽ പങ്കെടുക്കാനാണെന്നുള്ള വ്യാജേന നന്ദഗോപരെയും ഈ കുട്ടികളെയും കൊണ്ടുവരണം. ഭവന്തമാനേതും, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ ആ മധുരാപുരിക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ഏനം അഹിനോദ്, ഈ അക്രൂരനെ പറഞ്ഞയച്ചു. ഭഗവാൻ ആരാണ്? അഹിനാഥശായിൻ. അഹി എന്ന് പറഞ്ഞാൽ പാമ്പ്, പാമ്പുകളുടെ നാഥൻ അഹിനാഥൻ. അപ്പോൾ അനന്തനിൽ ശയിക്കുന്നവൻ അഹിനാഥ ശായിൻ. അപ്പോൾ അക്രൂരൻ പറഞ്ഞു, എല്ലാം ഈശ്വര നിശ്ചയമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അവരെ അങ്ങോട്ട് കൊല്ലാനൊന്നും പറ്റത്തില്ല, അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോകാം. അതാണ് അഹിനാഥശായിൻ. അഥ സഹ കംസഹ തു നാരദഗിര ത്വാം വ്രജവാസിനം ആകർണ്യ ദീർഘഹൃദയ ഗാന്ധിനേയം ആഹുയ കാർമുകമഖച്ഛലത ഭവന്തം ആനേതും ഏനം അഹിനോദ്. അഹിനാഥശായിൻ, ശേഷശയ്യയിൽ പള്ളി കൊള്ളുന്നവനെ സംബോധന. അഥ സഹ കംസഹ തു, അനന്തരം ആ കംസനാകട്ടെ നാരദഗിര ത്വാം വ്രജവാസിനമാകർണ്യ, ശ്രീനാരദൻ്റെ വാക്കുകൊണ്ട്, നാരദഗിര ശ്രീനാരദൻ്റെ വാക്കുകൊണ്ട്, ത്വാം നിന്തിരുവടി, വ്രജവാസിനം അമ്പാടിയിൽ വസിക്കുന്നു എന്ന് ആകർണ്യ കേട്ടു മനസ്സിലാക്കി. ശ്രീനാരദൻ്റെ വാക്ക് കേട്ടിട്ട് നിന്തിരുവടി അമ്പാടിയിൽ വസിക്കുന്നു എന്ന് മനസ്സിലാക്കി. ദീർഘഹൃദയ, എന്താണ്? ഭയത്താൽ ആ തകർന്ന ഹൃദയത്തോടു കൂടിയവനായിട്ട് ഗാന്ധിനേയം ആഹുയ, ഗാന്ധിനേയം, ഗാന്ധിനിയുടെ പുത്രനായ അക്രൂരനെ വിളിച്ചു വരുത്തി. കാർമുഖമഖച്ഛലത ഭവന്തം ആനേതും ഏനം അഹിനോദ്. കാർമുഖമഖച്ഛലത, ആ ധനുർയാഗം എന്ന വ്യാജേന നിന്തിരുവടിയെ കൊണ്ടുവരുവാൻ ഈ അക്രൂരനെ പറഞ്ഞയച്ചു. അങ്ങനെ ആ കംസൻ ആ ധനുർയാഗം എന്നൊരു സത്രം ആരംഭിച്ചത് ആ മഹോത്സവത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നന്ദാദികളെ ക്ഷണിക്കുന്നു എന്ന വ്യാജത്തിൽ രാമനെയും കൃഷ്ണനെയും ഒക്കെ ആ മധുരയിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. കംസോധ നാരദഗിര വ്രജവാസിനം ത്വാം ആകർണ്യ ദീർഘഹൃദയ സഹി ഗാന്ധിനേയം ആഹൂയ കാർമുകമഖച്ഛലതോ ഭവന്തം ആനേതുമേനമഹിനോദഹിനാഥശായിൻ.